ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എന്താണെന്ന് ഇപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലേ? നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള നമ്മുടെ സ്വന്തം മൾബറി ചെടി. ഈ മൾബറി പഴങ്ങൾ കഴിക്കാത്തവരായി ആരെങ്കിലും ഉണ്ടോ? ആരും തന്നെ കാണാൻ വഴിയില്ല. അത്രയ്ക്ക് ടേസ്റ്റ് അല്ലേ ഇത്. പണ്ട് കുഞ്ഞുനാളിൽ സ്കൂളിൽ പോകുമ്പോഴോ അപ്പുറത്തെ വീട്ടിലോ പറമ്പിലോ എവിടെ കണ്ടാലും മൾബറി പഴങ്ങൾ കഴിക്കാത്തവരായി ആരെങ്കിലും കാണുമോ? ആരുമില്ലല്ലേ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഈ കുഞ്ഞമ്പഴത്തിൻ്റെ ഒട്ടനവധി ഗുണങ്ങളെക്കുറിച്ചാണ്. നമ്മളെല്ലാം കുഞ്ഞുനാൾ തൊട്ട് കേട്ടൊരു കാര്യമില്ലേ, പട്ടുനൂൽ കൃഷി. എന്നാൽ അതൊന്നുമല്ല. ഈ കുഞ്ഞമ്പഴത്തിന് വേണ്ടത്ര അംഗീകാരം കിട്ടിയിട്ടുണ്ടോ എന്ന് തന്നെ സംശയിക്കണം. കാരണം ഈ മൾബറി പഴങ്ങൾക്ക് എത്ര അനവധി ഗുണങ്ങളുണ്ടെന്നോ. നമുക്ക് ശരീരത്തിൽ എല്ലിനും പല്ലിനും എന്തിനേറെ പറയുന്നു, എല്ലാ കാര്യത്തിനും മൾബറി പഴങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. ദാ നോക്കിക്കേ, ഇന്ന് ഇത്രയധികം മൾബറിയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഈ കുഞ്ഞമ്പഴത്തിൽ വൈറ്റമിൻ കെ, സി എന്നിവ വളരെ അധികമാണ്. വൈറ്റമിൻ എയും ഉണ്ട്. കൂടാതെ അയണിൻ്റെ ഉറവിടം പൊട്ടാസ്യം, സോഡിയം, കുഞ്ഞമ്പഴത്തിലുണ്ട്. ഇത് നമുക്ക് മുടി വളർച്ചയ്ക്ക്, മുടി കൊഴിയുന്നത് തടയാൻ, പാടുകൾ, ഹെയർ ഗ്രോത്ത്, നമ്മുടെ ശരീരത്തിൽ കൂട്ടാനായിട്ട്, രക്തത്തിലുള്ള പഞ്ചസാര കുറയ്ക്കാനായിട്ട്, പിന്നെ നമുക്ക് എല്ലാവർക്കുമുള്ള കൊളസ്ട്രോൾ ഇല്ലേ, അതെല്ലാം കുറയ്ക്കാനും ധാരാളം ഫൈബർ കണ്ടന്റ് ഉണ്ടെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. 40 ഗ്രാമിൽ കൂടുതൽ മൾബറി പഴങ്ങൾ കഴിച്ചുകൂടാ. അങ്ങനെ കഴിക്കുന്നത് നമുക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇതാ നോക്കിക്കേ, നല്ല മുന്തിരി കുല പോലെ ഇല്ലേ. നമ്മുടെ വീട്ടിലും ഒരു മൾബറി ചെടി വെച്ചാൽ നമുക്കും ഇത് കണക്കത്തെ ഗുണങ്ങളുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ പ്രധാനമായിട്ടും ആന്ധ്രാപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ മൾബറി കൃഷിയുള്ളത്. അസം, ജമ്മു കാശ്മീർ, കർണാടക, കേരളം എല്ലായിടത്തും ഉണ്ട്. ബ്ലാക്കും വൈറ്റും റെഡും അങ്ങനെ 3 ടൈപ്പാണ് മൾബറി പഴങ്ങളുള്ളത്. ഇതാ നോക്കിക്കേ, ഇത് കണ്ടോ, ഇതിപ്പോൾ നമ്മുടെ ചെറിയ മൾബറിയാണ്. ഇത് നന്നായിട്ട് പഴുത്ത് തുടങ്ങുമ്പോഴേക്കും യെല്ലോ കളറ്, പിന്നെ റെഡ്, ഏറ്റവും അവസാനം നല്ല ബ്ലാക്ക് കളറിലാകും. കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മുന്തിരിയില്ലേ, അതുപോലെ തോന്നും. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് രോമം പോലെ ഒരു ഇത് കണ്ടോ. ഇതിനകത്ത് ധാരാളമായിട്ട് ഫൈബർ കണ്ടൻ്റ് ഉണ്ട് എന്നതിനുള്ള തെളിവാണിത്. ഇതിൻ്റെ ഇലകൾ കണ്ടോ, നല്ല ആലില പോലെയുണ്ട്. ഇനി ധാരാളം മൾബറി പഴങ്ങൾ ഇതുപോലെ കിട്ടുവാണെങ്കിൽ നിങ്ങളാരും കളയണ്ട കേട്ടോ. നമുക്ക് വീട്ടിൽ തന്നെ നാച്ചുറൽ ലിപ് ബാമായിട്ട് ഇത് ഉപയോഗിക്കാവുന്നു. ജ്യൂസ് അടിച്ച് കുടിക്കാനും വളരെ നല്ലതാണ് കേട്ടോ. ഒരു ഐസ് ക്യൂബും അല്പം പാലും പഞ്ചസാരയും ഉപയോഗിച്ച് ജ്യൂസ് അടിച്ചാലുണ്ടല്ലോ, നല്ല സൂപ്പറാണ്. നമുക്ക് തന്നെ നമ്മുടെ ശരീരം പുഷ്ടിപ്പെടുത്താനും നമ്മളെ തന്നെ അല്പം കൂടി ഒന്ന് സുന്ദരികളുമാക്കുവാനും ഈ മൾബറി പഴങ്ങൾ കൊണ്ട് സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് കൂടുതൽ നല്ല വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.